ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു ചിക്കൻ ഷവർമയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യവുമില്ല. നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇനി നമുക്ക് ഷവർമ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ചില്ലി പൗഡറാണ്. 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ടർമറിക് പൗഡറും ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഗരം മസാലയാണ്, അതും 1/2 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യുമിൻ പൗഡറും ഒരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഏതായാലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. ഞാൻ 1 ടീസ്പൂണോളം ഒലീവ് ഓയിലും കൂടി ചേർത്ത് ഈ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 4 ടീസ്പൂൺ തൈര് ഈ മിക്സിലേക്ക് ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടാനുള്ള ഒരു മിക്സാണിത്. തൈരും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടികളെല്ലാം തൈരിലും കൂടി എല്ലായിടത്തും നന്നായിട്ട് മിക്സായി വരണം. ഞാനിവിടെ ഒരു 350 ഗ്രാമോളം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നിങ്ങൾ വലിയ പീസായിട്ട് ഇടരുത്, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് തന്നെ ഇടണം. എങ്കിലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. അതുപോലെ മസാലയും നമുക്ക് ചിക്കൻ്റെ എല്ലാ പോർഷനിലും നന്നായിട്ട് പിടിച്ചു വരണമെങ്കിൽ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാ പീസിലും നന്നായിട്ട് ആ മസാല കോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിനിയിപ്പം നമുക്ക് 2 മണിക്കൂറിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് ആക്ടിവേറ്റ് ആയിട്ട് വരും. നല്ല ഈസ്റ്റ് തന്നെ ചേർക്കണം, അതല്ല എങ്കിൽ നമ്മൾ കുബൂസ് ഉണ്ടാക്കുമ്പോൾ അത് ശരിയായിട്ട് വരില്ല. ഇവിടെ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർക്കാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പും മൈദയും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് മൈദയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റിൻ്റെ മിക്സും കൂടി നമുക്ക് മൈദയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പാലാണ്. തീരെ തണുത്ത പാല് ചേർക്കരുത്, ചെറു ചൂടോടുകൂടി ചേർത്താലും കുഴപ്പമില്ല. 1/2 കപ്പോളം പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാല് മുഴുവൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടും. നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഡബിൾ സൈസ് ആവുന്നിടം വരെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അതിൽ കുറച്ച് ഓയിൽ തടവി നമുക്ക് നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കണം. ഒരു 1.5-2 മണിക്കൂറോളം ഇത് വെക്കണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഡോ. അതിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൽ എയർ ബബിൾസ് എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കണം.
എന്നിട്ട് ഞാനിത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് പൊടി തൂവിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ അത്രയും തീരെ നൈസായിട്ട് ഇത് പരത്തേണ്ട ആവശ്യമില്ല. അതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂട്ടി തന്നെ നമുക്കിത് പരത്തിയെടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുക്കണം. തീരെ കനം കുറിഞ്ഞു പോവരുത്. ഇനി നമുക്കിത് ചൂടാകുമ്പോൾ തവയിലേക്കിട്ട് റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചെറിയ 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 ബബിൾസ് ആയിട്ട് വരും. ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കെല്ലാം നിങ്ങൾക്ക് കാണാം ബബിൾസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും മാറി മാറി ഇട്ട് നമ്മളിത് ശരിക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് പൊങ്ങി വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം കുബൂസ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും വേവിച്ചെടുക്കുക. നമുക്കിനി എല്ലാ കുബൂസും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കണം. ഇത് അധികം കനമില്ലാതെ നമ്മൾ വെച്ചിരിക്കുന്ന കാരണം വേഗം തന്നെ ആവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാബേജാണിത്. അതുപോലെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒനിയൻ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഷവർമയ്ക്കുള്ള മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിലേക്ക് നമ്മൾ ചുട്ടെടുത്ത കുബൂസ് വയ്ക്കാം. അതിന് മുകളിലേക്ക് മയണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ മയണൈസ് ഇഷ്ടമാണ്. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡിൽ നിന്ന് നമുക്ക് റോൾ ചെയ്തെടുത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് മടക്കിയെടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങളൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷവർമ തന്നെയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലോ ഷവർമ. അപ്പോൾ നമുക്ക് എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിയാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുത്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റുള്ള ഷവർമ നമ്മൾ വീട്ടിൽ തന്നെ ഇത്ര ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും നാൾ നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.